പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കൂട്ടാൻ പോവുകയാണ്. കാര്യം നമ്മൾക്ക് വേറെ ഒരു മാർഗമില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഇപ്പോഴും റോഡിലൊക്കെ ആൾക്കാർ എല്ലാ പ്രദേശങ്ങളും നിൽക്കുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്തതാണ്. ഇനി മുതൽ സ്വസ്ഥമായിട്ട് ഇങ്ങനെ നിന്ന് എപ്പോഴും ധ്യാനം കൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും കൂടി ഉടമ്പടി ധ്യാനം ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തീരുമാനം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. കർത്താവേ, 2-ാം ശനിയാഴ്ച ഉടമ്പടി ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 4-ാം ശനിയാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ അനേകായിരങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ, കൃപകളിലേക്ക് വർഷിക്കപ്പെടാൻ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൃപാസന ധ്യാനങ്ങളുടെ പേര് കൃപാസനത്തിൽ 2 ശുശ്രൂഷയാണ് നടക്കുന്നത്. ഒന്ന് ഉടമ്പടി പ്രാർത്ഥന, അല്ല, ഉടമ്പടി ആദ്യമായിട്ടും ചെയ്യാൻ വരുന്നവർക്കുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. പിന്നെ ഉള്ളത് ഉടമ്പടി പ്രാർത്ഥന കൂടിയവർക്ക് വേണ്ടിയുള്ള ഉടമ്പടിയിലെ പ്രബോധനം നൽകി ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്, ബോധ്യങ്ങൾ കിട്ടുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി ധ്യാനം. അതാണിപ്പം നടക്കുന്നത്. ഇവിടെ ഉടമ്പടിയെക്കുറിച്ച്, കാര്യം ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥനയാണ്. അതിലൂടെയാണ് നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നത്. കൃപാസനത്തിന് ഉടമ്പടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു 4 നൂറ്റാണ്ട് കാലത്തെ അഭിഷേക ശുശ്രൂഷ ചരിത്രമുണ്ട്. അതും ഉടമ്പടിക്ക് ശേഷമുള്ള സാക്ഷ്യ ശുശ്രൂഷകളെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നാമത്തെ മിറക്കിൾസിൻ്റെ എണ്ണം വല്ലാതെ കൂടി, വളരെ ഗുണനിലവാരമുള്ള ദൈവം നേരിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ് ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോണത്. കാര്യം ഞങ്ങൾക്കത് പെട്ടെന്ന് തോന്നും. കാരണം പണ്ടത്തെ ഒരു കാലം ഞങ്ങൾക്കറിയാം. നിങ്ങളിൽ ഒരു 60-70% പേരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴയ കൃപാസനത്തെ അറിയത്തില്ല. അന്ന് ഒരു മാസം 30 സാക്ഷ്യമേ നടക്കത്തുള്ളൂ. ഇന്നിപ്പോൾ 300 സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ, അതെല്ലാം ഉടമ്പടിയുടെ ഒരു ദൈവീക അടയാളങ്ങളാണ്. അപ്പോഴൊരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, അത് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകം അച്ഛൻ്റെ ഇപ്പോൾ നൽകുന്ന ശുശ്രൂഷ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെയുള്ള ദൈവ അനുഗ്രഹമല്ല സംഭവിക്കണത്. മറിച്ച് ഉടമ്പടി എടുക്കേണ്ടി വന്നൊരു സാഹചര്യം എന്താണ്? മോസസിൻ്റെ കാലത്ത് ആണല്ല ഉടമ്പടി എഴുതിയത്. ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ്. അതൊക്കെ മുമ്പ് എബ്രഹാത്തിനോടും നോഹിനോടും ഉടമ്പടി ഉണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടി പറയുകയായിരുന്നു. ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ്. അപ്പോൾ ഉടമ്പടി എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അതറിഞ്ഞാൽ മാത്രമേ ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി എഴുതാനുണ്ടായ സാഹചര്യം എന്താ? ദൈവത്തെ കൂടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം വന്നു. അതാണ് വിഷയം. നമ്മൾക്ക് വന്നിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഇപ്പോൾ 1 കോടി കടം, 2 കോടി കടമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, അതിൻ്റെ മാനുഷികമായ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണും തുറിക്കും, കയ്യും മരത്തും. എന്താണ്? ഒരു മാർഗവുമില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വരാതെ ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാകത്തില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം
നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ്. അല്ലെങ്കിലും അമ്മ ഇവിടെ വരുമ്പോഴും മരിയൻ ഉടമ്പടിയാണ്. നമുക്ക് നടക്കുന്നത് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ നിയമകാലത്തെ സമയത്തെ ചുരുക്കുന്ന മരിയൻ ഉടമ്പടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്താണ്? അമ്മ ബൈ പേഴ്സൺ വരികയാണ്. ഉടമ്പടിക്ക് ശേഷം പല സാക്ഷ്യങ്ങളും പറഞ്ഞത് മാതാവിനെ ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാക്ഷ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഇവിടെ സഹോദരി പറഞ്ഞത് കാര്യം, ആ സാക്ഷ്യത്തിൻ്റെ നേച്ചർ നിങ്ങൾ പരിശോധിക്കണം. സാക്ഷ്യം നിങ്ങൾ ചില ആൾക്കാർ അമ്മയെ കാണുന്നില്ലെങ്കിലും ഉടമ്പടിയോടുകൂടി അമ്മ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി കർക്കശമായി വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇപ്പോൾ 2 സാക്ഷ്യങ്ങൾ അടുത്തടുത്ത് വന്ന സാക്ഷ്യങ്ങൾ എന്താ? ഒരു സാക്ഷ്യം എന്താ? അവർക്ക് കച്ചവടമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം, ഇപ്പോൾ തൈക്കാട്ടുശ്ശേരിക്കാരുടെ സാക്ഷ്യം എന്താണ്? കച്ചവടമില്ല, അവർക്ക് ജീവിക്കാനുള്ള മാർഗം വറ്റിപ്പോകുന്നു. അപ്പോൾ അവർക്ക് പുതിയ കട വേണം, ടൗണിൽ വേണം. അപ്പം അത് അവർ ആ ടൗണിൽ ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്ന് അവരോട് പറയുകയാണ്, ടൗണിൽ ഒരു കട ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി അന്വേഷിക്കാം. അവിടെ ചെന്നപ്പോൾ കടയില്ല. നിങ്ങളുടെ അയൽവാസി തന്നെയാണ് ആ കട ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കടയില്ല, പക്ഷെ അയൽവാസി അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാളുടെ ഉദ്ദേശം അവരോട് പറയും. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഒരു 2 നില കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിത് തന്നോളാം. പക്ഷെ അങ്ങനെ പറയണ സമയത്ത് ഈ ഉടമ്പടി ചെയ്ത ചേച്ചിയുടെ ഭർത്താവാണ് കടക്കാരനുമായിട്ട് ടൗണിൽ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഉടമ്പടി ചെയ്ത ചേച്ചി വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ അമ്മ ബൈ പേഴ്സൺ ഇവിടെ മുമ്പിലിരിക്കും. അവർ കരഞ്ഞു പോകും. ഇത് തന്നെയാണ് ഉടനെ 3 മാസത്തിനുള്ളിലാണ് 2 നില കെട്ടിടം കിട്ടുന്നത്. എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. മോസസിനോട് ചെയ്ത കാലത്തും മോസസിനോട് പറഞ്ഞു, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനാകുമെന്ന് പറഞ്ഞു. സമ്പത്തിൻ്റെ പേരും ദൈവം അനുഗ്രഹിക്കും. ആ ഉടമ്പടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആഹാരത്തിൻ്റെ മേൽ, അടിസ്ഥാന ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ വാഗ്ദാനമായി നൽകുന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത്. ആഹാരമല്ലേ വീഞ്ഞ്. അത് കല്യാണത്തിന് വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യഹൂദന് അത് അടിസ്ഥാന പ്രശ്നമാണ്. അടിസ്ഥാന പ്രശ്നങ്ങളുടെ മേലെല്ലാം അമ്മ ബൈ പേഴ്സൺ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേറൊരു സാക്ഷ്യം, നമ്മുടെ വരാപ്പുഴ ജോസഫ് ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? ജോസഫ് ചേട്ടൻ്റെ വയറ് 8 പേരെ ഒരുമിച്ച് കിടത്തിയിരിക്കുന്ന ആശുപത്രി. എന്തിനാണ്? ലിവർ സിറോസിസ്. ഇപ്പോൾ ലിവർ സിറോസിൽ ചേട്ടൻ്റെ കയറിൽ ഈ ലിവർ ലീക്ക് ചെയ്തിട്ട് വയറ് വീർത്തിരിക്കുകയാണ്. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? നമുക്ക് ബുധനാഴ്ച രാവിലെ വെള്ളം കുത്തിയെടുക്കാം. ഡോക്ടർ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴാണ്, ഉറങ്ങണമെങ്കിൽ പിന്നെയുള്ള കാര്യം വയറ്റിലെ വെള്ളം കുത്തിയെടുക്കണം. അപ്പോൾ അനിയൻ വന്ന് ഉടമ്പടി ചെയ്യും. അനിയൻ ഇവിടുന്ന് ഒരു നേർച്ച വസ്തു കൊണ്ട് ചേട്ടനോട് കൊടുക്കും. ചേട്ടന് കൊടുത്തിട്ട് പറയും, ഇന്ന് രാത്രി അമ്മ ചേട്ടനെ ബൈ പേഴ്സൺ കാണുന്നുണ്ടെന്ന് പറയും. അപ്പം അമ്മ നേരിട്ട് വന്ന് ചേട്ടനെ അവൻ ഇവിടെ വന്നപ്പോൾ അമ്മ അവൻ്റെ മനസ്സിൽ കൊടുത്ത ചിന്തയാണ്, ഞാനിന്ന് രാത്രി നിൻ്റെ ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന്. ചേട്ടന് 55 വയസ്സുണ്ട്. രാത്രി 2 മണിയായിട്ട് ഈ മനുഷ്യൻ ഉറക്കമില്ല. കാര്യം വയറിങ്ങനെ മെത്തി വീർത്തിരിക്കണ കാരണം ഉറക്കമില്ല. 2:30 മണിയായപ്പോൾ ഒരു കണക്കിന് ഉറങ്ങി മയങ്ങിപ്പോയി. പെട്ടെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട്, അയാളുടെ സാക്ഷി നിങ്ങൾ കേൾക്കാം, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ച് സ്വപ്നമാണ്. അനുജനിങ്ങനെ പറഞ്ഞത് കൊണ്ട്, അത് ഓർത്ത് കിടന്നത് കൊണ്ട് വന്നു പോയ ഒരു സ്വപ്നമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വയറിങ്ങനെ ഇരക്കാൻ തുടങ്ങി. 3 മിനിറ്റിനുള്ളിൽ ബാത്റൂമിൽ ചെന്നപ്പോൾ ഈ വയറിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ഗ്യാസും വെള്ളവും എല്ലാം അടിച്ച് പുറത്തു പോയി. വയറ് ചൊട്ടി പഴയതുപോലെയായി. രാവിലെ ഡോക്ടർ വന്ന് വെള്ളം കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ വയറ് വരെ ചുട്ടിക്കിടക്കണം. അപ്പോൾ ഡോക്ടറിനോട് സംഭവിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതൊന്നും മിണ്ടിയില്ല. ഡോക്ടർ നിങ്ങളുടെ കരളിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാട്ടെന്ന് പറഞ്ഞു. ഉടനെ കരൾ കൊണ്ട് സ്കാൻ ചെയ്ത്, അത് 90% ഡാമേജ് ആയിരുന്നു ആ സംഭവം. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ പുതിയ കരൾ പോലെ ഇരിക്കണത്. അപ്പോൾ
ഈ അമ്മയുടെ വ്യക്തിപരമായ സന്ദർശനം ഇപ്പം തുടങ്ങിയതല്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കുറേ ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒരു മൂലമെന്ന് പറയണത്. കാര്യം വാഴപ്പെട്ടിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ 42 സെക്കൻഡ് കൊണ്ടാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു വരിയാണ്, അമ്മ ആഗ്രഹിക്കുന്നൊരു പ്രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന്. ആ പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയവർക്കറിയാം, ആ അമ്മ ആഗ്രഹിക്കുന്ന രക്ഷാകര പദ്ധതിയായിട്ടാണ് പിന്നീട് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരുന്നത്. പക്ഷെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുത്ത ദിവസം 2015 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് കൊടുത്തതെന്ന് തോന്നണം. കൊടുത്ത ദിവസം ഇവിടുന്ന് പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ചേച്ചി വൈക്കത്ത് പോയി. വൈക്കത്ത് അവിടെ ബന്ധുവിനെ കാണാൻ പോയി. ആശുപത്രിയിലാണെന്ന് വിചാരിച്ചാൽ കാണാൻ പോയി. കാണാൻ ബന്ധു എന്താ സംഭവിച്ചിരിക്കണത്? പെട്രോളിയം ജെല്ല് വീണ് കൈ വെന്ത് കീറി പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ കൈ കൊണ്ട് വേലയെടുത്ത് തിന്നാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പിന്നെ അവളെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ഒരു നിമിഷം വായിച്ചിട്ട് അവരങ്ങ് പിന്നെ രാത്രി ഉറങ്ങിപ്പോയി. രാത്രി ഇത് കൊടുക്കണേ. രാത്രി ഏതോ ഒരു സമയത്ത് അമ്മ വന്ന് കയ്യെ തൊടുന്നുണ്ട്. കൈ അറ്റം മുതൽ ഈ ഭുജം വരെ തൊടും. ഇവൾ രാത്രി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പഴുത്ത് വിണ്ടുകീറി വളരെ വേദനിച്ചിരുന്ന കൈ സാധാരണ പുതിയ കൈ പോലെ ഇരിക്കണം. അപ്പോൾ അവൾ വെളുപ്പിനെ ഓടി ഇവിടെ വന്ന് ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലം മുതൽ അമ്മ ബൈപ്പേഴ്സൺ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം. അപ്പം അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യാൻ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ വ്യക്തിപരമായിട്ട് വരുത്തുന്ന ഇപ്പോൾ ഒരു അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത്. അമ്മ വൈപ്പേഴ്സൺ കുടുംബങ്ങളിൽ വരണത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിപ്പോൾ പലരും റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. അത് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോഴേ ഇസ്രയേൽക്കാരൻ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും നടുക്കായിപ്പോയി ജീവിതം. അതാണ് ദൈവം കൂടെ വരാൻ കാരണം. അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സീനായിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങോട്ടാണ്? ജെറീക്കോയിലേക്കാണ് പോകേണ്ടത്. ജെറീക്കോക്കാർ ഇവരെ കൊന്നുകളയും. കാര്യം അവരൊരു യുദ്ധ നൈപുണ്യന്മാരും രാക്ഷസന്മാരുമാണ്. അപ്പം മുമ്പോട്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നും. നിങ്ങൾക്കും ഭാവിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അച്ഛൻ പറയണത്. പിന്നെ മുന്നോട്ട് പോയാലുള്ള ജോർദാൻ നദിയാണ്. ഇവർ 6 ലക്ഷം പേരുണ്ട്. 6 ലക്ഷം പേര് എങ്ങനെയാണ് ജോർദാൻ നദി കടക്കണത്? നീന്താതെ കടക്കാൻ പറ്റത്തില്ല. നീന്തി കടന്നാലുള്ള ഭവിഷ്യത്ത് എന്താണ്? അപ്പുറത്ത് ജബൂസയർ, കാനനൈറ്റ്സ്, സമരിട്ടന്മാർ, ഇങ്ങനെ കുറേ കാട്ടുജാതി വർഗ്ഗക്കാരുണ്ട്. അവരിവർ വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അപ്പോൾ എവിടുന്ന് ജെറീക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് പകുതി പേര് രക്ഷപ്പെട്ടാലും പകുതി പേര് വെള്ളത്തിലിട്ട് കൊള്ളും. അപ്പോൾ അവർ പറഞ്ഞു, മോശത്തിനോട് പറഞ്ഞ്, ഞങ്ങൾ ചാകാൻ തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പോട്ട് നോക്കിയിട്ട് മരണം, കൊലപാതകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് തിരിച്ചു പോകാൻ? വന്ന സ്ഥലത്തേക്ക്, ഈജിപ്തിലോട്ട് പോയി പഴയ അടിമത്തത്തിൽ ജീവിച്ചോളാം. നാണക്കേടാണെങ്കിലും മാനക്കേടാണെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടുമല്ല എന്ന് പറഞ്ഞ്. ഇപ്പം മോസസ് പറഞ്ഞ് കർത്താവിൻ്റെ ജനത അടിമത്തം വീണ്ടും അനുഭവിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞു. അപ്പോഴേ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആത്മഹത്യ, മുമ്പോട്ട് തിരിഞ്ഞു നോക്കിയാൽ കൊലപാതകം. നടുക്ക് നിൽക്കണ ജനം അന്തം വിട്ട് നിൽക്കുമ്പോഴേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ ഞങ്ങൾക്കിന് ജീവിതമുള്ളെന്ന് പറഞ്ഞു. ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 33:13 അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ പറഞ്ഞേ, അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ.
ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൂടെ കൊണ്ടുപോകാനുള്ള മാർഗം കൂടി പുറപ്പാട് 33:13 പറയുന്നുണ്ട്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരിക. ദൈവത്തെ സംപ്രീതനാക്കിയാൽ ദൈവം നമ്മോട് കൂടെ വരും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്നത് എങ്ങനെ ദൈവത്തെ സംപ്രീതമാക്കാവുന്ന. നമ്മുടെ നിബന്ധനകളെല്ലാം അതിനുള്ളതാണ്. നമ്മുടെ നിബന്ധനകളിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന നിബന്ധനകളില്ലേ, അതെല്ലാം എന്തിനാ ഉദ്ദേശിക്കണത്? അതിൽ തന്നെ ഉദ്ദേശമില്ല, അതൊരു മാർഗമാണ്. ഉടമ്പടി നിബന്ധനകളെല്ലാം ഉടമ്പടിയുടെ മാർഗങ്ങളാണ്. ലക്ഷ്യമെന്താ? ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ദൈവത്തെ അതെൻ്റെ മക്കൾ ചെയ്യണം. ഉടമ്പടിയുടെ നിബന്ധനകൾ നിവർത്തിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ 3 പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണില്ലേ, അതെൻ്റെ ഉദ്ദേശം എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് അവൻ പറഞ്ഞതാണ്, അല്ലേ? അവൻ പറഞ്ഞതാണ്, ഈശോ പറഞ്ഞതാണ്, അമ്മ പറഞ്ഞത്. ജീവിതത്തിൻ്റെ ഇല്ലായ്മ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചാൽ ദൈവം സംപ്രീതനാകും. നിങ്ങൾ ലോകം മുഴുവൻ പോകുക, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ പത്രം വാങ്ങിച്ച്, സുവിശേഷ പത്രം വാങ്ങിച്ച് ലോകം മുഴുവൻ പോയിക്കൊണ്ട് നമുക്ക് പറ്റണ ലോകത്തെല്ലാം നമ്മൾ വിതരണം ചെയ്യണത്. അവൻ പറഞ്ഞതാ. അപ്പോൾ ഈശോനെ അറിയാത്തവരറിയും, അറിഞ്ഞവരെ ആഴപ്പെടും. ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശം? ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ ഇപ്പം നമുക്കറിയാം ദൈവത്തെ പ്രീതിപ്പെടുത്തണം എങ്ങനെയാണ്? മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ സങ്കീർത്തനം 46 ഏറ്റുപറഞ്ഞ് മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ ഹോമയാഗങ്ങളിലെ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അതാ സങ്കീർത്തനം 46. എന്താണ് ദൈവത്തിനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നത്? സങ്കീർത്തനം 46 വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റുമ്പോഴാണ് ദൈവം പ്രീതിപ്പെടുന്നത്. അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെ ഉടമ്പടിയുടെ മർമ്മം അതാ. അപ്പോൾ ഉടമ്പടി നിബന്ധനകൾ എപ്പോഴും നിങ്ങളിങ്ങനെ കർക്കശ്യമായിട്ട് ഒരടയാളവും ഉടനെ കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ മക്കൾ നിർബന്ധിക്കണത് അടയാളം കാണുന്നുണ്ടോ ഇല്ലയെന്ന് ചിന്തിക്കരുത്. മറിച്ച് കർത്താവിൻ്റെ തിരുസന്നിധി ചെയ്ത നിബന്ധനകൾ നിറവേറ്റുന്നുണ്ടോ? കാര്യം എന്താണ്? നിബന്ധനകൾ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് ദൈവം പ്രീതിപ്പെടുന്നത്. ദൈവം പ്രീതിപ്പെടുമ്പോൾ വഴികൾ തെളിയും. അതാണ് സങ്കീർത്തനം പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് ഒന്ന് പറഞ്ഞ്, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വഴിയില്ലാത്തതാണ്, അല്ലേ? കടമായാലും ശരി, രോഗമായാലും ശരി, നമ്മുടെ ബുദ്ധിക്ക് ഒരു വഴി കാണുന്നില്ല.
അപ്പോൾ വഴി തെളിച്ച് കിട്ടാനുള്ള മാർഗം എന്താ? ഈ ഉടമ്പടിയാണ്. പുറപ്പാട് 13:33-13 എന്താണ്? അങ്ങനെ സംപ്രീതനാണെങ്കിൽ പറഞ്ഞ് അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. അപ്പം നമ്മുടെ മക്കളെ വളർത്താൻ അഡ്മിഷന്, ജോലിക്ക്, യാത്രയ്ക്ക്, സർട്ടിഫിക്കറ്റിന് ഇതൊന്നും നമ്മളത്രയും ബേജാറാകേണ്ട ഒരു കഥയുമില്ല. ഇതൊക്കെ എന്തൊക്കെ എപ്പോൾ എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് അതിൻ്റെ വഴികളെല്ലാം ദൈവത്തിനറിയാം. ആ ദൈവത്തെ സംപ്രീതമാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കണം. വചനം മുഴുവനും അങ്ങനെയാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവഭരണം. ദൈവഭരണം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഇച്ഛയുടെ ആവിഷ്കാരമാണ്. ദൈവത്തിൻ്റെ ഇച്ഛ നിറവേറ്റുന്നതാണ് ദൈവ രാജ്യം എന്ന് പറയണത്. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ പ്രാർത്ഥനയെപ്പോലും എന്താണ് എഴുതിയിരിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്. അല്ലേ? 6:10 മത്തായിയുടെ സുവിശേഷം 6:10 എന്ന് പറഞ്ഞ് അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ മനസ്സ്. ദൈവത്തിൻ്റെ വചനം നിറവേറ്റുമ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛ അനുവർത്തിക്കുമ്പോൾ ദൈവിക ഭരണം ഉണ്ടാകുന്നു. അതിനാണ് ദൈവരാജ്യം എന്ന് പറയണത്. അതുകൊണ്ടാണ് മത്തായി പറയണത്, നീ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക, ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക. മത്തായി 6:33 ബാക്കിയുള്ളത് ചേർത്ത് നൽകും. കൈ അടിച്ചു കർത്താൻ ഞങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവരാണ്. കർത്താവായ ദൈവമേ, മത്തായി 6:33 നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഇനി മക്കൾ ശ്രദ്ധിക്കണം. എന്താ ഈശോ പറഞ്ഞത്? ആദ്യം ഒന്ന് പറഞ്ഞ, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അപ്പം ആദ്യം ഫസ്റ്റ് നമ്മളെ പ്രയോറിറ്റി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവ മനസ്സ് നിറവേറ്റണം. നിബന്ധനകളിലൂടെ ഉടമ്പടി നിബന്ധനകൾ എന്താ ചെയ്യേണ്ടത്? നിയോഗം പിന്നീട് വരണതാ. മനസ്സിലായില്ലേ? നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ IELTS, ജോലി, വീട്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അതെല്ലാം ആദ്യം വന്നതല്ല. അത് രണ്ടാമത് വരേണ്ടതാണ്. ആദ്യം വന്നത് എന്താ? ദൈവരാജ്യം. നിബന്ധനകളാണ് ആദ്യം നിങ്ങൾ നിറവേറ്റേണ്ടത്. അപ്പം നിബന്ധനകൾ നിറവേറ്റി കഴിയുമ്പോൾ നിയോഗം ചേർത്ത് നൽകണതാ. അതാണ് മത്തായി 6:33. നമുക്കറിയാവില്ല നിയോഗത്തിന് ദൈവം എന്താ ചിന്തിക്കണമെന്ന് അറിയാവോ? നമ്മൾ ദൈവരാജ്യത്തിലായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് നിങ്ങൾ ധരിക്കരുത്. ദൈവരാജ്യത്തിൻ്റെ ഉദ്ദേശം ഭൗതിക ആനുകൂല്യമായ ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് നിത്യതയാണ്. നിത്യത ആദ്യം ഗ്യാരണ്ടി ചെയ്യാൻ പറയണതാണ്. അനുഗ്രഹങ്ങൾ ചേർത്ത് അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കൺസിഡറേഷൻ ചെയ്യത്തില്ലേ, കോംപ്ലിമെൻ്റ് ചെയ്യത്തില്ലേ? അനുഗ്രഹമൊക്കെ കോംപ്ലിമെൻറ്റാണ്. എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴേ, ഇപ്പം നമ്മൾ കുറേ ചരക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തുണിക്കടക്കാരന് എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻറ്റ് തരത്തില്ലേ? അതുപോലെ കോംപ്ലിമെൻറ്റിൻ്റെ വില മാത്രമേ അനുഗ്രഹത്തിനുള്ളൂ. ഈ നിബന്ധന പാലിക്കാൻ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം തരാനല്ല, നിത്യത തരാൻ വേണ്ടിയാണ്. നിബന്ധനയും നിത്യതയുമായിട്ടാണ് ബന്ധം. ദീർഘകാലം ജീവിക്കാനല്ലേ നിബന്ധനയും നിത്യതയുമായി. അപ്പം നിത്യതയ്ക്ക് വേണ്ടി അത് ഗ്യാരണ്ടി ചെയ്യാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അത് ഗ്യാരണ്ടി ചെയ്താൽ ഭൗതിക ആനുകൂല്യം ഇവിടെ കഴിയാനുള്ള മാർഗം ദൈവം തരുമെന്നാണ് പറയണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഈശോ എന്നാ പറഞ്ഞത്? എല്ലാ നല്ല മനുഷ്യരുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, ഇല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? എല്ലാ നല്ല മനുഷ്യരുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, അതുപോലെ ചീത്ത മനുഷ്യരുടെ മേലും ഒന്ന്. ആ ചിന്തിക്കേണ്ട കാര്യമാണ്.
അനുഗ്രഹത്തിൻ്റെ രീതി കണ്ടില്ലേ? എല്ലാ നല്ല മനുഷ്യരുടെ മേലും എല്ലാ സിസ്റ്ററുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, അതുപോലെ തന്നെ ദുഷ്ടരുടെ മേലും വന്നു. നീതിയുള്ള എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ സൂര്യനെ ഉദിപ്പിക്കും. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത്? അതുപോലെ നീതിയില്ലാത്തവരുടെ മേലും വന്നു. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? അനുഗ്രഹം അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മഴ അല്ലെങ്കിൽ മഴയും വെയിലും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല മനുഷ്യരായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ദുഷ്ടന്മാർക്കും കൊടുക്കുമെന്ന് അർത്ഥം. അപ്പോൾ ഈ അനുഗ്രഹത്തിന് വല്ല വിലയുണ്ടോ? മത്തായിയുടെ സുവിശേഷം 5:45 നിങ്ങൾ വായിക്കണം. അതായത് കർത്താവിന് ശേഷം അനുഗ്രഹത്തിന് പച്ചവെള്ളത്തിൻ്റെ പോലും വിലയില്ലാണ്ടായിപ്പോയി. നിങ്ങളിതുപോലെ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 15:19 പറയണത്, നിങ്ങൾ ഈ ഭൂമിയിലുള്ള ഈ ലോകത്തുള്ള വസ്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണെന്ന്. ഉടമ്പടി ചെയ്യുന്ന മക്കൾ അടിസ്ഥാനപരമായിട്ട് ഉടമ്പടി ആത്യന്തിക ദൈവിക രക്ഷ എന്ന് പറയണത് നിത്യതയാണെന്ന് കരുതിക്കൊണ്ട് വേണം എൻ്റെ മക്കളെ കാര്യങ്ങൾ വിലയിരുത്താൻ. കൈ അടിച്ച് കർത്താവ്. അപ്പോൾ ദൈവഹിതപ്രകാരം ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം പറയും, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അയച്ചവൻ ആരാ? ഈശോയിൽ വിശ്വസിച്ച് ഈശോനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവഹിതപ്രകാരമുള്ള ജീവിതമായി. അങ്ങനെ ജീവിതമായി കഴിഞ്ഞാൽ യോഹന്നാൻ 15:7 പറയും, നിങ്ങൾ എൻ്റെ വാക്ക് നിലനിന്നാൽ, ഇടയ്ക്കും തിടക്കുമല്ല, നിലനിൽക്കണം. അല്ലാതെ ഫെബ്രുവരി മാസത്തിൽ മാത്രം വാക്ക് പാലിക്കുകയും മാർച്ച് മാസത്തിൽ സ്വന്തം കൈയിരിപ്പ് കാണിക്കുകയും ചെയ്ത കർത്താവ് നിങ്ങളെ അളക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:7 ഏറ്റു പറഞ്ഞ്, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ. അതാണ് നിബന്ധന എന്ന് പറയുന്നത്. ഉടമ്പടി വചനമാണത്. അതിൻ്റെ നിയോഗം എന്താണ്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. സമ്പൂർണ്ണ ബൈബിൾ മൊത്തവും ഉടമ്പടിയാണ്. 331 പ്രാവശ്യമാണ് ഉടമ്പടി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പല വാക്കുകളും തനി ഉടമ്പടി വാക്കാണ്. ഉടമ്പടി വാക്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിബന്ധന ഉണ്ടാകും, നിയോഗമുണ്ടാകും. പുതിയ നിയമകാലം വന്നപ്പോൾ അമ്മയും പറഞ്ഞത് എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അത് ഉടമ്പടിയാണ്. ദൈവവചനം പാലിക്കാൻ വേണ്ടി അമ്മ സ്വയം സമർപ്പിക്കുകയാണ്. അമ്മ തന്നെ വാഗ്ദാന പേടകമായത് ആ ഒറ്റ വാക്കിലാണ്. ലൂക്കാ 1:38 അനുസരിച്ച് കൊണ്ടാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഈ ഉടമ്പടി കാലത്ത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വചനത്തിന് സാക്ഷിയാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇത് നമ്മളെ ഉടമ്പടി നമ്മളെ വ്യത്യസ്തരാക്കും. നിങ്ങളുടെ ബന്ധുക്കളെക്കാൾ നിങ്ങൾ വ്യത്യസ്തരായിരിക്കും. എന്താ കാരണം? മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ എല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരിലേക്കും വ്യത്യസ്തരായിട്ട് ജീവിക്കാൻ ഉടമ്പടിയുടെ അഭിഷേക ശക്തി ഇപ്പോൾ നിറയണമേ.
ഏറ്റു പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. Praise the Lord. ഹല്ലേലൂയ. അപ്പോഴും നിങ്ങളുടെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും 5000 പേര് ടെസ്റ്റ് എഴുതി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി വരണ കണ്ടില്ലേ? 8 പേരല്ലേ കരൾ രോഗം പിടിച്ച് ലൂർദ് ആശുപത്രി കിടക്കുന്നത്, ജോസഫ് ചേട്ടൻ മാത്രം എന്താ സുഖപ്പെട്ടിരിക്കണത്? അങ്ങ് ഞങ്ങളോട് യാത്ര ചെയ്താൽ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പുറപ്പാട് 33:17. കൈ അടിച്ച് കർത്താവ് പുറപ്പാട് 33:13 പറഞ്ഞേ. പുറപ്പാട് 33:17 അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്താൽ ഞങ്ങൾ എല്ലാ ജനങ്ങളെക്കാളും വ്യത്യസ്തരായിരിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വചനം ഓർക്കണം. നിങ്ങൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അമ്മയോട് ഞാൻ ചോദിച്ചത്, ഞാനൊരു കൽപ്പണിക്കാരനാണ്, എനിക്ക് പണി എപ്പോഴും കിട്ടണമെന്ന് ചോദിച്ചുള്ളൂ. അമ്മ എന്നെ കോൺട്രാക്ടറാക്കി മാറ്റിയെന്ന്. അപ്പോൾ സാക്ഷ്യം കണ്ടില്ലേ? 16 ലക്ഷത്തിൻ്റെ കോൺട്രാക്ടർ പണി കിട്ടി, എനിക്ക് കുറേ ലാഭവും കിട്ടിയെന്ന്. ഞാനൊരു കൽപ്പണിക്കാരനായിരുന്നു. ഇപ്പോൾ ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ എന്നെ കോൺട്രാക്ടറാക്കി മാറ്റി. അതാണ് ഈ വചനം 33:17. അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്താൽ എല്ലാ കൽപ്പണിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ വ്യത്യസ്തനായിരിക്കും. ഞാൻ കോൺട്രാക്ടറായിട്ട് അമ്മേനെ ഉയർത്തിയെന്ന് കൈയടിച്ചു. ദൈവം എന്തുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നു, എന്തുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ വരണം എന്ന് മോശയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് വരേണ്ടത്? ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. പ്രൈസ് ദി ലോർഡ്. സ്വന്തമാണെങ്കിലേ ദൈവം കൂടെ വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഈ ജനത അങ്ങയുടെ സ്വന്തമാണെന്ന് അങ്ങ് ഓർപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പം സ്വന്തം ജനതയാണ്. ഉടമ്പടി എടുക്കണത് എന്തിനാ? നമ്മളും ദൈവമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനാ. സ്വന്തം ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും. ഇപ്പോൾ പുറപ്പാട് 33:13 കൂടെ ഉള്ളതാണ്. റോമ 1:6 യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും. പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുത്ത് ദൈവത്തെ നിബന്ധന പാലിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിതം ക്രമീകരിക്കുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. സ്വന്തപ്പെട്ടവരുടെ കൂടെ ദൈവം സഞ്ചരിക്കും. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻഡ്. സ്വന്തപ്പെട്ടവരുടെ കൂടെ ദൈവം സഞ്ചരിക്കും. അത്രേ ഉടമ്പടി സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തമാകുമ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം കൊടുത്ത നോട്ട് എന്താ? ഞാൻ കൂടെ വരാം, നിങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചാണ് ഞാൻ കൂടെ വരണത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, പക്ഷെ നിങ്ങൾ സ്വന്തം ദൈവങ്ങളെ ഉണ്ടാക്കരുത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. സ്വന്തം ദൈവങ്ങൾ ഉണ്ടാകുവേ. ചില കാര്യങ്ങൾ, ഇപ്പോൾ ചില ആവശ്യങ്ങൾ പോലും സ്വന്തം ദൈവമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ അഫെയറിൽ ഇടപെട്ടിരിക്കുകയാണ്. നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുകയും നിൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണത്. അത് എത്ര പൊന്നു കായ്ക്കണ മരമായാലും സ്വന്തം ദൈവമാണത് നിൻ്റെ. അവിടെയാണ് വിഷയം വരണത്. ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവത്തിന് തോന്നണം, അല്ല നീ സ്വന്തം ദൈവം വേറെ ഉണ്ടാക്കരുത്. ചില ആൾക്കാരൊക്കെ പറയുവേ, എൻ്റെ അച്ഛൻ ഞാൻ ജീവിക്കണത് തന്നെ ആ 5 സെൻറ്റ് സ്ഥലം മേടിക്കാനാണെന്ന്. എന്താ കാര്യം? വീടിൻ്റെ വാതിക്കലേ പശുവിനെ കെട്ടിയപ്പോഴേ പശു തൈ കടിച്ച്. അപ്പോൾ വീടിൻ്റെ ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ വന്ന് ഇവരെ തന്തക്ക് വിളിച്ച്. ഇവർക്ക് ഷെയ്വായിപ്പോയി. ഇവർ വിചാരിക്കണമെന്ന് കിഡ്നി വിറ്റാലും ശരി ആ 5 സെൻറ്റ് സ്ഥലം കണ്ടവൻ്റെ പുരയിടം വീടിൻ്റെ വാതിക്കൊന്നും വാങ്ങിച്ചിട്ട് കാര്യം. ഇവർക്ക് പിന്നെ ഊണില്ല, ഉറക്കമില്ല. ലക്ഷ്യം ഉണ്ടാക്കി ഇവർ, സ്വന്തം ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി ഇവരെന്തും ചെയ്യും. ചില ആൾക്കാരൊക്കെ കടകച്ചവടങ്ങളൊക്കെ നടത്തത്തില്ലേ, അവർ പള്ളിയിൽ പോലും പോകത്തില്ലല്ല. അപ്പോൾ സ്വന്തം ദൈവമായ കട. ചില കച്ചവടങ്ങളൊക്കെ നടത്തത്തില്ലേ, എന്നിട്ട് ഞായറാഴ്ച കുർബാന വരെ അവർ കട്ട് ചെയ്യണില്ലേ, അപ്പോൾ കട ദൈവമായി, സ്വന്തം ദൈവം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാലും സ്വന്തം ദൈവമാവും. ദൈവത്തിൻ്റെ സ്വന്തവും സ്വന്തം ദൈവവും 2 വിഷയമാണ്.
സ്വന്തം ദൈവം ഉണ്ടാകുന്ന നോക്കണം. രക്ഷപ്പെടാനുള്ള മാർഗം സ്വന്തം ദൈവം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ നോക്കണം. അതാണ് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളോ വസ്തുക്കളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിൻ്റെ സ്വന്തം ദൈവമാകും. പിന്നെ ദൈവത്തിന് നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റാണ്ട് വരും. അത് ഉടമ്പടിക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. സ്വന്തം ദൈവം ഉണ്ടോ എന്ന് നോക്കണം. ദൈവത്തിൻ്റെ സ്വന്തം വേറെ. ഉടമ്പടിക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ സ്വന്തമാകാനാണ് വേണ്ടത്. അല്ല സ്വന്തം ദൈവത്തിനോട് ഗുഡ് ബൈ പറയണം. സ്തുതിയുടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിൽ നിറച്ച വസ്തുക്കൾ എടുക്കുക. സന്തോഷത്തോടെ നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ സന്ദേശപത്രം. അതിലുള്ളത് എന്താ? കർത്താവിൻ്റെ ഒരു മാസത്തെ മുഴുവൻ പ്രവർത്തികളാണ് അതിൻ്റെ അകത്തുള്ളത്. അതാണ് സാക്ഷ്യങ്ങളല്ല. പിന്നെ എന്താ? കർത്താവ് ഒരു മാസം മുഴുവൻ തന്ന വചനങ്ങൾ. കൃപാസനം പത്രത്തിന് ഇത്രയും സാക്ഷ്യം വരാൻ കാര്യം എന്താ? ഇത്രയും അത്ഭുത സിദ്ധികൾ വരാൻ കാര്യം എന്താ? അതിൽ വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ പ്രവൃത്തിയുമേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആധ്യാത്മികമായ ആകർഷണം തോന്നി അവർ ദൈവത്തെ അന്വേഷിച്ച് വരും. ഇപ്പോഴും നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നേരത്തെ ദിവസം കൈ ഇരുന്നോട്ടെ, അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാത്തരം രോഗങ്ങളും കൃപാസനത്തിൽ പ്രാർത്ഥിക്കണത് എന്താണ്? എല്ലാത്തരം രോഗങ്ങളും എല്ലാത്തരം വ്യാധികളും ആധികളുമാണ് പ്രാർത്ഥിക്കുന്നത്. അത് 2 കൊരിന്ത്യർ 1:14 വെച്ചുകൊണ്ടാണ്. എല്ലാ തരത്തിലും വ്യഥ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആശ്വാസത്താൽ, അങ്ങ് ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിനാൽ എല്ലാ തരത്തിലും വ്യഥ അനുഭവിക്കുന്നവരെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രമല്ല കൃപാസനത്തിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നത്. ഇക്കാലത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മ സമാധാനം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി നിൽക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടനെ കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, ഓരോ കരൾ രോഗികളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ഓരോ കിഡ്നി രോഗികളെയും ഓ കർത്താവേ, അമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. ഓരോ ഹൃദയ രോഗികളെയും ഓരോ ക്യാൻസർ രോഗികളെയും ഇവിടെ ഉള്ളവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയില് ഞങ്ങളിപ്പോൾ ഓർക്കുന്നവരെയും അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തില് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാരക രോഗങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവ് ഹൃദയ രോഗികളെ, ക്യാൻസർ രോഗികളെ, കരൾ രോഗികളെ, മാരക രോഗം അനുഭവിക്കുന്നവരെ, തീരാവ്യാധിയിൽ കഴിയുന്നവരെ കർത്താവ് തൊടുകയാണ്. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. അവന്റെ ശക്തിയാൽ സൗഖ്യം അനുഭവിക്കുന്ന എല്ലാവരും ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവേ അങ്ങ് അഭിഷേകം ചെയ്യണമേ എന്ന് ദിവ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിത മണ്ഡലങ്ങൾ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, എല്ലാ മേഖലകളിലും അമ്മ എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്നുണ്ട്. നീ മനസ്സിൽ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അമ്മേ,
അമ്മയുടെ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കി എന്നെയും സാക്ഷിയാക്കി മാറ്റണമേ. എനിക്ക് ഒരു ദിനം അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ പറ്റുന്ന അതിശയ സാക്ഷ്യങ്ങൾ എനിക്ക് തരണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്കും അൾത്താരയിലെ സാക്ഷ്യം പറയാൻ പറ്റുന്ന അതിശയ സാക്ഷ്യങ്ങൾ എനിക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ജോലി ഇല്ലാത്തവരെ ഇപ്പോഴേറ്റെടുക്കണമേ. വീടില്ലാത്തവരുടെ കണ്ണുനീരൊപ്പണമേ. സ്ഥലമില്ലാത്തവരെ അങ്ങ് സങ്കേതം നൽകണമേ. ഈശോ ജീവിതത്തിന്റെ വരുമാന മേഖലകള്, ജീവിത വ്യാപാരങ്ങള്, അവിടെ ഉണ്ടായിട്ടുള്ള സങ്കീർണമായ വഴിമുട്ടിപ്പോയ മത്സരങ്ങള്, പക, എല്ലാ തകർച്ചകളും, കേസുകള്, ഭാഗ ഉടമ്പടികള്, നടക്കാത്ത അവസ്ഥകള്, ഇന്റർവ്യൂകള്, ടെസ്റ്റുകള്, പരീക്ഷകള് ക്രിസ്തുവിന്റെ നാമത്തില് ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. മത്സര പരീക്ഷകള് കർത്താവായ യോഗ്യതാ പരീക്ഷകള് കർത്താവെ ഇപ്പോഴും മക്കളെ എല്ലാ പരീക്ഷകളും IELTS ഹാർഡ് നെറ്റ് സീറ്റിന്റെ എക്സാം എഴുതാന് എല്ലാം കർത്താവിന് സമർപ്പിക്കുന്നു. എൻട്രൻസ് എഴുതുന്നവരെ സമർപ്പിക്കുന്നു. ജർമ്മൻ B2 എക്സാം എഴുതാൻ സമർപ്പിക്കുന്നു. അമേരിക്കൻ എക്സാം എഴുതാൻ സമർപ്പിക്കുന്നു. OET എക്സാം എഴുതാൻ സമർപ്പിക്കുന്നു. IELTS സമർപ്പിക്കുന്നു. കർത്താവേ, +2 പരീക്ഷ വരുന്നു. +1 സമർപ്പിക്കുന്നു. ബോർഡ് എക്സാമിനെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമക്കളെ, സമയവും ഡേറ്റും അമ്മ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്രമാണ് കൃപാസനം. ഹൃദയഘടികാരം നെഞ്ചത്ത് ചാർത്തി, സമയഘടികാരം നെഞ്ചത്ത് ചാർത്തിയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷഘട്ടത്തിൻ്റെ പൊരുള് തിരുസഭ പഠിക്കണമെന്നാണ്, അന്വേഷിച്ച് പഠിക്കണമെന്നാണ് പ്രത്യക്ഷഘട്ട പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സത്യാവസര സ്ഥിരീകരണങ്ങളായിട്ടാണ് സാക്ഷ്യങ്ങൾ വരുന്നത്. വലിയ സാക്ഷ്യങ്ങൾ വരുമ്പോൾ സഭ അത് ഗൗരവമായിട്ട് എടുത്ത് പഠനം ആരംഭിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയം ഒരു വിഷയമാണ്. നിങ്ങൾ കൃപാസനത്തിൽ എപ്പോഴത് സാക്ഷ്യം നോക്കിയാലും 12 കൊല്ലമായി, 50 കൊല്ലമായി, 55 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞ് കൊല്ലം എഴുതിയിട്ടുണ്ട്. സമയവും ഡേറ്റ് എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ ബാധിക്കുന്ന ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. നിങ്ങൾ ഗുണമായാലും ദോഷമായാലും എന്നെ കേൾക്കാൻ പറ്റുന്ന സഹോദരങ്ങളെല്ലാം, പുറത്തോടെ 1000 ആൾക്കാരുണ്ട്, അവർക്ക് കേൾക്കാൻ പറ്റണില്ല. ഞാനവിടെ കൂടി വരികയായിരുന്നു. ഞാനവിടെ അപ്പുറത്തെ പള്ളി വന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് പോരാൻ പറ്റിയത്. പക്ഷേ ഞാൻ എൻ്റെ മുമ്പിൽ കൂടി വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി തന്നെ പുറകിൽ കൂടിയാണ് കയറിയത്. പക്ഷേ എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് കുറച്ച് പേർക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സിറ്റുവേഷൻസൊക്കെ എല്ലാം ഒന്ന് മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തന്നെയല്ലേ പുറത്ത് ഒന്നും കേൾക്കാതെ നിൽക്കണ മക്കളുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഡേറ്റ് ഓർക്കണം നിങ്ങൾ. ഇപ്പം ചിലപ്പോൾ എക്സാം ഡേറ്റുകളില്ലേ, അത് ഓർക്കണം. ഇപ്പോഴ് തീയതിക്ക് മേൽ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ 6 മാസം വേണം, 10 മാസം വേണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട്, കോടതി പറഞ്ഞിട്ടും, ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടും 3 ആഴ്ച കൊണ്ട് നടക്കണം. എന്തുകൊണ്ടാണ്? സമയമാണ്. സമയം തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയായിരിക്കും. അതാണ് ഉടമ്പടിയുടെ പവർ എന്ന് പറയണത്. അപ്പം നിങ്ങളെ ബാധിക്കുന്ന ഡേറ്റുകൾ, അനുകൂലമായ ഡേറ്റ് ആയാലും പ്രതികൂലമായ ഡേറ്റ് ആയാലും, ഇപ്പോൾ ഒരു കടം ഒരു 50 ലക്ഷമോ 20 ലക്ഷമോ അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓർക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡേറ്റ് ഓർക്കണം. നിങ്ങളുടെ ജോലി ഡേറ്റ് ഓർക്കണം, ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കണം, മനസ്സമ്മത ഡേറ്റ് ഓർക്കണം, പ്രസവ ഡേറ്റ് ഓർക്കണം. എല്ലാത്തിനും ഡേറ്റ് ഓർത്തോ. തീയതികൾക്ക് മേൽ പ്രാർത്ഥന തരാൻ പോകുന്ന സമയമാണ്. ഇനി യാത്ര വല്ലതുണ്ടെങ്കിൽ യാത്ര ഓർത്തോ, യാത്ര ഡേറ്റുകൾ.
കാര്യം കൃപാസനത്തിലെ അമ്മ സമയത്തിൻ്റെ അധികാരി മറിയമാണ്. അതുകൊണ്ടാണ് ഡേറ്റൊക്കെ ഓർക്കാൻ പറഞ്ഞത്. ആ ഡേറ്റിൽ അമ്മ അധികാരം വന്നാൽ പിന്നെ നമുക്ക് പുറംതിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ എക്സാം ഡേറ്റ് എല്ലാം ഓർക്കുക. അച്ഛൻ നിങ്ങളുടെ സമയങ്ങളെല്ലാം അമ്മയ്ക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അമ്മയെ പരിശുദ്ധമേ, വ്യത്യസ്തങ്ങളായ തീയതികൾ, വ്യത്യസ്തങ്ങളായ സമയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. സമയത്ത് മേൽ അമ്മ അധികാരിയായിരിക്കാൻ ഇടയാക്കണമേ. അതെല്ലാം നിവർത്തിയാക്കി സങ്കടങ്ങളെല്ലാം സാക്ഷ്യങ്ങളാക്കി മാറ്റണമേ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ സമയത്തിൻ്റെ അധികാരി അമ്മേ, എല്ലാ സമയ സങ്കടങ്ങളെയും സന്തോഷത്തിന്റെ സുവിശേഷ സാക്ഷ്യമാക്കി മാറ്റണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ആവേ മരിയ, സമയ സന്ദർഭങ്ങളുടെ അധികാരമുള്ള നന്ദി പറയുന്നു. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയും 7 അപ്പവും ഏതാനും മത്സ്യങ്ങൾ കൊണ്ട് 4000 പേരെയും സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മീൻപിടുത്തക്കാരായ വിശ്രുത ശ്ലീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ വള്ളത്തിനെ, ബോട്ടിനെ, വലയെ, യന്ത്രത്തെ, തൊഴിലാളികളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെയും അവരുപയോഗിക്കുന്ന നേർച്ച വസ്തുക്കള് തിരിയും കൊടിയും ഉപ്പും കാശുരൂപവും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആശീർവദിക്കപ്പെടുകയും ആശീർവദിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമർത്ഥമായ മത്സ്യവിളയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പന്നിയും പാറയും പുറ്റും മുതലായ നശീകരണ ഉപാധികളിൽ നിന്ന്, ഉടക്കിൽ നിന്ന്, ഒഴുക്കിൽ നിന്ന്, കാറ്റിൽ നിന്ന്, കോളിൽ നിന്ന് നമ്മളുടെ മത്സ്യത്തൊഴിലാളി ജനസമൂഹങ്ങളെ യേശുവിന്റെ നാമത്തില് സംരക്ഷിക്കപ്പെടട്ടെ. യേശുവേ കർത്താവേ, കടലിനെ സമർപ്പിക്കുന്നു. മത്സ്യസമ്പത്ത് കൊടുക്കണമേ. അവിടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടണമേ. മത്സ്യസമൃദ്ധിയാല് അനുഗ്രഹിക്കപ്പെടണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാ നിയോഗവും സമർപ്പിക്കണം. എല്ലാ ആവശ്യങ്ങളും ഈശോ എല്ലാം ഇപ്പോൾ ആശീർവദിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തമായി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. അങ്ങ് എല്ലാവർക്കും എല്ലാമാണല്ലോ. ഈ മക്കളെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മാരക രോഗങ്ങൾ, കുടുംബ സമാധാനമില്ലാത്തവര്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവര്, വഴിമുട്ട് നിൽക്കുന്നവര്, മാരകമായ ദുരിതങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവര്, പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവര്, പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്നവര്, വിദേശ രാജ്യങ്ങളിൽ പോകുന്നവര്, വാർദ്ധക്യ രോഗത്തിൽ കഴിയുന്നവരെ എല്ലാവരെയും ഈശോ ഇത് അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.